നമ്മളിപ്പോൾ ഒരു 3 വർഷം ഒരു സീരിയൽ അഭിനയിച്ചു. ആ സീരിയൽ തീരുന്നവരെ ഇവർക്ക് എല്ലാവർക്കും നമ്മളെ തിരിച്ചറിയാം. ഇത് കഴിഞ്ഞിട്ടൊരു ഒരു 6 മാസം കഴിഞ്ഞിട്ട് ചേട്ടാ ഇറങ്ങി നോക്കി, അറിയത്തില്ല. എന്തിനാ അത്ര പറയുന്നത്? ബിഗ് ബോസിൽ പോയിട്ട് ഒരു 3 മാസം, ആഫ്റ്റർ 3 months ഒന്ന് ഇറങ്ങി നോക്ക്. ഒരു മനുഷ്യൻ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് എല്ലാവർക്കും നമ്മളെ കാണാം. നമ്മൾ അതിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ആർക്കും തിരിച്ചറിയില്ല. ഇപ്പോഴത്തെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിനകത്ത് ഇപ്പോഴും നമ്മൾ ഫേസസ്, നിങ്ങളുടെ ഫേസസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുമല്ലോ, കട്ട് ഷോട്ട് ആയിട്ട് നിങ്ങളുടെ സീരിയൽസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ അത് കാണാൻ പറ്റും. ഈ ഇടയ്ക്ക് 2-3 ദിവസം പാടുന്നു പഞ്ചാഗ്നിയുടെ തന്നെ 1 month ഹൈലൈറ്റ്സ് മാത്രം. അതിനകത്ത് നിങ്ങൾ രണ്ടുപേരെ ഞാൻ കണ്ടു. അതിനകത്ത് 2 പേരെ ഹൈലൈറ്റ്സ് ഞാൻ കണ്ടു. അപ്പോൾ അനു വിചാരിക്കുക അനുവിനെ കുറ്റം പറയാം അങ്ങോട്ട് സംസാരിക്കുമ്പോൾ മോശമാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് യാത്രകൾ തുടങ്ങിയതാണെങ്കിൽ പറയാം. ഒരു സമയം കഴിഞ്ഞ് ഒരുമിച്ച് യാത്ര തുടങ്ങിയതാണ്. അപ്പം മനസ്സിലായി ഇവിടെ നിങ്ങൾ ഒരുമിച്ച് വരാന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ പരസ്പരം കളിയാക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾ കളിയാക്കുന്നതിൽ ചിലപ്പോൾ ബോർഡർ ലൈൻ പോലും കാണില്ല, ക്രോസ് ചെയ്തൊക്കെ സംസാരിക്കും. എന്നാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരാതിയോ പരിഭവമോ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ തമാശകളും ഞങ്ങൾ പരസ്പരം കളിയാക്കുന്ന രീതികൾ കണ്ടിട്ട് പരസ്പരം ലൊക്കേഷനിൽ പോലും പലരും ചോദിക്കും, എടാ നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്, നിങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളും വേറെ ലൊക്കേഷനിൽ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞങ്ങളിരുന്ന് ചുമ്മാ ബെടായി അടിക്കുന്നതാണ് സത്യമായിട്ടും. പക്ഷെ ഇത് കേൾക്കുന്നവർ ചിലപ്പം സെറ്റിൽ പോയി വേറെ എന്തെങ്കിലും പറയുമായിരിക്കാം. ഇപ്പം ഞാനിപ്പം പറയുന്ന ഒരു ബെടായി അല്ലെങ്കിൽ അവൻ എന്നെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ചിലപ്പം ചേട്ടനോ അല്ലെങ്കിൽ ചേട്ടനോ വേറെ ആരെങ്കിലും കേട്ട് നാളെ ഭാര്യമാരെ തറയ്ക്കാം. പക്ഷേ ഈ ഭാര്യമാരും വിശ്വസിക്കില്ല, കാരണം ഞങ്ങൾ അങ്ങനത്തെ വ്യക്തികളല്ല. ഈ സീരിയൽ സിനിമ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങളിപ്പം സംസാരിക്കുന്ന ജോക്കായിരിക്കും, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞു കൊടുക്കും അമാർ ശരിയല്ലെന്ന്, ഇങ്ങനെ പറയുള്ളൂ. ഇങ്ങനെ പറയും, പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളത് തിരിച്ചു കളയും. കാരണം ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേറൊരാൾ പറയുമ്പോൾ എടാ നീ ഇല്ലാത്ത സമയത്ത് അവൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ, ഇതങ്ങനെ ഒരു പ്രശ്നമില്ല, ഇതങ്ങനെ പ്രശ്നമില്ല. ഞങ്ങളെക്കുറിച്ച് മൂന്നാമതൊരു വ്യക്തി പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തന്നെ എല്ലാം പറയും. സീരിയലിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം കടമറ്റത്ത് കത്തനാർ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം എത്ര സീരിയൽസ് ചെയ്തിട്ടുണ്ട്? അതിനുശേഷം സീരിയൽസ് ശരിക്കും പറഞ്ഞ ചേട്ടാ ദേവി മഹാത്മ്യം, സാറ് വർക്ക് ചെയ്ത ശ്രീ മഹാഭാഗവതം, അങ്ങനെ സാറിൻ്റെ തന്നെ ഡിവോഷണൽ ആയിട്ടുള്ളതാണ് കുറച്ച് ചെയ്തിരിക്കുന്നത്. കുറച്ചൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ വർക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കാലം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് തുമ്പപ്പൂ എന്ന് പറയുന്ന സീരിയൽ. അപ്പോൾ ആ ഗ്യാപ്പിൽ വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഇല്ല, അപ്പോഴൊക്കെ ഞാൻ കുഞ്ഞിലെ ഇറങ്ങിയല്ല കേട്ടോ. പിന്നെ പഠിത്തം കാര്യങ്ങൾ പിന്നെ ഇടയ്ക്ക് ഞാൻ പുറത്തു പോയിട്ടൊക്കെ നശിച്ച് നാറായക്കല്ലെങ്കിൽ തിരിച്ചു വന്ന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാത്തൊരു അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ. ഇതിനൊരു വലിയൊരു പ്രണയം ഉണ്ടായി. ആ പ്രണയത്തിൽ നിന്നൊക്കെ റിക്കവറായി വരാനൊക്കെ ഒരുപാട് സമയം എടുത്തു. വൺ സൈഡ് ആയിരുന്നു അതോ? അല്ല, തെച്ചു എന്ന് പറയാം. ഒന്ന് അറിയാൻ ചെറിയ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ഞങ്ങളൊരു കോളേജ് ടൈമിലൊരു പ്രണയം. എവിടെ പഠിച്ചൊക്കെ? എവിടെ? ഞാൻ പഠിച്ച ഇവിടുത്തെ സംസ്കൂളിൽ കേട്ടോ. ആ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായ ഒരു ചേട്ടൻ്റെ കസിനാണ് പുള്ളിക്കാരിയുടെ വീടൊക്കെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വീടും പറയുന്നില്ല, ഇവിടെയൊക്കെ തന്നെയാണ്, ട്രിവാൻഡ്രം സിറ്റിക്ക് തന്നെയാണ്. അപ്പോൾ ഭയങ്കര സിൻസിയറായിട്ടുള്ള ലൈൻ. എത്ര വർഷം ഉണ്ടായിരുന്നു? 5 വർഷത്തെ പ്രണയം. ഈ 5 വർഷത്തെ പ്രണയം എന്ന് പറയുമ്പം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യം, പോസിറ്റീവും നെഗറ്റീവാണ്. പക്ഷെ എനിക്ക് ഒരു വശം, ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ നോക്കുമ്പം പോസിറ്റീവ് സൈഡിൽ എനിക്ക് ഇന്നും മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട്. അപ്പം എന്നെ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇല്ലില്ല, ഞാൻ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പം ഇമോഷണലായി പോകും. ഇപ്പം എത്ര വർഷമായി ഇപ്പോൾ ടോട്ടൽ? ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രണയം 5 വർഷം കഴിഞ്ഞപ്പോൾ എത്ര വർഷമായി മൊത്തം? തേപ്പ് കിട്ടി എത്ര വർഷമായി? 27-ലാണ് കേട്ടോ. 27ാമത്തെ വയസ്സിലാണ് എനിക്ക് ആ തേപ്പ് കിട്ടുന്നത്. അപ്പം ചേട്ടൻ ചിന്തിച്ചാൽ മനസ്സിലാവും ഇന്ന് ഞാൻ അത്രയും വേദനയോട് അത് പറയണമെങ്കിൽ. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാരണം വെച്ചാൽ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള വൈഫാണ് എനിക്ക്. എൻ്റെ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നതും ഇതിന് ഞാൻ പറയാത്തതുമായിട്ടുള്ള ഈ റിലേഷനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. ബ്രേക്കപ്പ് ആവാനുള്ള കാരണം എന്നിട്ട് വൈഫിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ബ്രേക്കപ്പ് ആവാനുള്ള കാരണം ചേട്ടാ അതൊക്കെ ഞാൻ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അഫെയർ ആയിരുന്നു? അങ്ങനെയൊന്നുമില്ല കേട്ടോ. അയ്യോ അങ്ങനെയൊന്നുമില്ല, അത്തരം കാര്യങ്ങളൊന്നും അല്ല. എന്നോട് കുട്ടി, ഇപ്പം ഞാനത് പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. എന്നോട് ആ കുട്ടി അവസാനം പറഞ്ഞു, ഒരു വീട് പോലും ഇല്ലാത്തവൻ്റെ ഒരു പെൺകുട്ടികളെയും സ്നേഹിക്കില്ലടാ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. സത്യമായ കാര്യം. ഉണ്ടെന്ന് നോക്കിയിട്ടാണോ സ്നേഹിച്ചത്? ഇല്ല, ഈ പ്രേമിക്കുന്ന സമയത്ത് എൻ്റെ ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു 25 വർഷം വരെ വാടക വീട്ടിൽ താമസിച്ച ഒരാളാണ്.
അങ്ങനെ വലിയൊരു ഫിനാൻഷ്യൽ ബാക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല. അച്ഛൻ്റെ പേരിൽ കുറച്ച് വസ്തുണ്ട്, അമ്മയുടെ പേരിൽ കുറച്ച് വസ്തുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഈ വസ്തുക്കളുണ്ട് എന്നല്ലാണ്ട് നമ്മളെ എങ്ങനെ തുടങ്ങണം എന്ന് പോലും നമുക്കറിയില്ല. ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് വേണ്ടേ, നമുക്ക് തുടങ്ങി കിട്ടിയാൽ ചിലപ്പോൾ അങ്ങ് പോകും. പക്ഷെ ആ തുടക്കത്തിന് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല നിൽക്കുന്ന സമയത്ത് വാടക വീട്ടിലാണ് കിടന്നുകൊണ്ടിരുന്നത്. വീട് വിട്ട് അപ്പം എൻ്റെ അമ്മയൊക്കെ എൻ്റെ കുഞ്ഞിലേ പറയുന്നതൊക്കെ എനിക്ക് ഇങ്ങനെ വാരിക്കെട്ടി നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചവർക്ക് മനസ്സിലാവത്തേട്ടാ. അപ്പം അങ്ങനെ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം എനിക്ക് വീടില്ല. അപ്പം എന്നെ സംബന്ധിച്ചത് എനിക്ക് കൂട്ടുകാരന്മാരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ. അല്ലെ എനിക്ക് അവരെ നമുക്ക് വീടില്ല. കാരണം ഒരു വലിയൊരു മുറിയായിരിക്കാം, വലിയൊരു ഹാളായിരിക്കും, അതിനകത്തായിരിക്കും നമ്മളെ കിച്ചണും ബെഡ്റൂമും എല്ലാം അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അവിടെ നിന്നൊക്കെ ഞാൻ തരണം ചെയ്ത രീതികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഞാൻ പുറകിലോട്ട് നോക്കുമ്പോൾ എൻ്റെ അമ്മ പറയും, മക്കളെ നീ ഇന്ന് ടെൻഷൻ അടിക്കണേ, നീ ഇന്ന് ഇത്രയൊക്കെ ആക്കിയില്ലേ എന്ന് എൻ്റെ അച്ഛനും അമ്മ എന്നോട് പറയുമ്പോൾ ഐ എം വെരി ഹാപ്പി. അച്ഛൻ ഗൾഫിലൊക്കെ ആയിരുന്നു, പക്ഷെ പുള്ളി ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ അമ്മ ഡാൻസ് ടീച്ചറൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ ചിട്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയി. ഈ വീടില്ല എന്ന് അറിഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പം മറുപടി എന്ത് കൊടുക്കും? വീട് പോലും ഇല്ലാത്തവനെ ആരും പ്രേമിക്കില്ലടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ചിലപ്പം പെയിൻറ്റിങ്ങിൻ്റെ പണി അല്ലെങ്കിൽ ജിപ്സം ബോർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിക്കൊക്കെ പോയിട്ടായിരിക്കും നമുക്കൊരു ചേട്ടനെ മനസ്സിലാവും. നമ്മളൊരു 18-19 വയസ്സ് കഴിഞ്ഞ് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു ആൺകുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അച്ഛൻ 50 രൂപ അച്ഛൻ ഇങ്ങനെ പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ആ സമയം തൊട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഏണിങ്സ് വേണം എന്നുള്ള തോന്നുന്നു. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബൈക്ക് വേണം, അല്ലെങ്കിൽ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ കാശ് വേണം, നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പം അതിനുവേണ്ടി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോബിനൊക്കെ പോകും. പിന്നെ അത് ഈ പാർട്ട് ടൈം ജോബിന് പോയി പൈസ കിട്ടി തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെത്തിയപ്പോൾ ഒരു 5 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ 3 ദിവസം പണിക്ക് പോയിട്ട് 2 ദിവസം കോളേജിൽ പോയി അങ്ങനെയൊക്കെ ആയി തുടങ്ങി. കാശ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞാനൊരു 5 ദിവസം ചിലപ്പോൾ ഈ പറഞ്ഞ പണിക്കൊക്കെ പോയിട്ടായിരിക്കാം ഞാൻ ഇവിടെ ഒരു ദിവസം കാണാൻ പോകുന്നത്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള ആഗ്രഹങ്ങൾ കാണും. പറയുന്നത് കൊണ്ടൊന്നും തോന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെന്നാ എന്തെങ്കിലും വാങ്ങിക്കാൻ പേഴ്സണൽ കയ്യിൽ വെച്ചേ എന്ന് പറഞ്ഞായിരിക്കും. ചിലപ്പോൾ അതിനകത്ത് ഒരു 2000-3000 രൂപ ഉണ്ടാക്കാൻ ഞാൻ എത്ര ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നതെന്ന് ചേട്ടൻ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇവളിതെല്ലാം വാങ്ങിക്കും. അപ്പം അന്നത് വലുതായിട്ടെടുത്ത് ചിലവാക്കുന്നതൊന്നും അല്ല കേട്ടോ പറയാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷേ ഒരു ദിവസം എന്നെ വിളിച്ച് ഞാനിത് കണ്ടിട്ട് വന്നതിന് ശേഷം എന്നെ വിളിച്ച് പറയാം, രാഹുൽ എൻ്റെ ഫ്രണ്ട് ചോദിക്കുക, അപ്പോൾ എനിക്ക് കിരൺ എന്നല്ലാണ്ട് രാഹുൽ എന്നൊരു പേരുണ്ട് കേട്ടോ. ഞാൻ അല്ല വീട്ടിലല്ല, എൻ്റെ ഒഫീഷ്യൽ എൻ്റെ പേര് രാഹുൽ എന്നാണ്. കിരൺ ദേവ് എന്നുള്ള പേര് ഞാൻ ന്യൂമറോളജി പ്രകാരം ചേഞ്ച് ചെയ്യുന്നത്. നല്ല പേരാണ് കിരൺ ദേവ്. രാഹുൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുന്നു,